നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ചൊക്കനാട് എസ്റ്റേറ്റ് സൌത്ത് ഡിവിഷനിൽ പുണ്യവേലിന്റെ പലചരക്ക് കട കാട്ടാന തകർത്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചൊക്കനാട് എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങാറുണ്ട്. 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 5 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. ചൊക്കനാട് എസ്റ്റേറ്റ് സൌത്ത് ഡിവിഷൻ സ്വദേശി പുണ്യവേലിന്റെ ഉടമസ്ഥതയിലുള്ള കടയ്ക്ക് നേരെ ഇതുവരെ 17 തവണ കാട്ടാനയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ஒரு தடவையும் 30,000 40,000 ரூபா வரைக்கும் சேதமாயிருக்கு. இப்போ வரைக்கும் ஃபாரஸ்ட்லேருந்து எந்த விதமான காம்பன்சேஷன் எனக்கு இது வரைக்கும் கொடுத்ததுமே கிடையாது. இப்படியே போச்சுன்னா நாங்கள் இருக்கிறதா உயிரோடு இருக்கிறதா தற்கொலை பண்ணிக்கிறதா எதுவுமே எங்களுக்கு தெரியாத சூழ்நிலையில் நாங்கள் இருக்கோம். எங்களை காப்பாற்றுறது இந்த அரசாங்கத்தோட பொறுப்பு. நீங்கள் எப்படி நீங்கள் சொல்கிறீங்களோ அது மாதிரி நாங்கள் இருந்துக்கிறோம். അർദ്ധരാത്രിയോടെ എത്തുന്ന കാട്ടാന പുലരുവോളം തോട്ടം മേഖലകളിൽ തമ്പടിക്കും. കടയിൽ നിന്ന് അരിയും ഗോതമ്പും മറ്റു പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും കഴിക്കും. ഓരോ തവണയും 10,000 കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അർഹമായ നഷ്ടപരിഹാരം നൽകാനും വനം വകുപ്പ് തയ്യാറാകുന്നില്ല. 16 தடவை யானை அடிச்சிருச்சு. நஷ்டங்கள் இது 17வது தடவை. நஷ்டங்கள் ரொம்ப கூடுதல். ஆனால் எங்களுக்கு உயிருக்கு கேரண்டி இல்லை. இதுக்கு ஏதாவது கவர்மெண்ட் ஃபாரஸ்ட் ஏதாவது செய்யணும். വേനൽ കടുത്തതോടെയാണ് തോട്ടം മേഖലയിലേക്ക് കാട്ടാനകൾ സ്ഥിരമായി എത്തി തുടങ്ങിയത്. ജനവാസ മേഖലകളിൽ ആനകൾ തമ്പടിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി. ധോണി മായാപുരത്താണ് ക്വാറിക്ക് സമീപം പുലിയെ കണ്ടത്. 2 ദിവസം മുൻപും ഈ മേഖലയിൽ പുലിയിറങ്ങിയിരുന്നു. മായാപുരം ക്വാറിക്ക് സമീപം ഇറങ്ങിയ പുലിയുടെ കാൽപ്പാടുകളാണിത്. ഇന്നലെ രാത്രി 10:30-യോടെ പ്രദേശവാസിയായ രഞ്ജിത്ത് പുലിയെ കണ്ടതോടെയാണ് വീണ്ടും പുലിയിറങ്ങിയ വിവരം നാട്ടുകാർ അറിയുന്നത്. ഒരാഴ്ചയ്ക്കകം 2ാം തവണയാണ് ഈ പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. നാട്ടുകാർ ഭീതിയിലാണ്. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് RRT സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് പുലിക്കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടാനയ്ക്ക് പുറമെ പുലിശല്യവും പതിവായത് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ കാറളത്ത് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ കാറളം ഹരിപുരം സ്വദേശി കുഴുപ്പള്ളിപ്പറമ്പിൽ മോഹനൻ, ഭാര്യ മിനി, മകൻ ആദർശ എന്നിവരെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട് അടഞ്ഞുകിടന്നതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് വീടിന്റെ പുറകിലെ വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് 3 പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി നിധിൻ ശർമ്മയാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നു. ജീവിക്കാൻ താൽപര്യമില്ല എന്ന് സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചതിന് ശേഷം ആയിരുന്നു ആത്മഹത്യ. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംശയരോഗത്തെ തുടർന്ന് ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം വെള്ളറട സ്വദേശി ഷൈജുവാണ് പന്തളം പോലീസിന്റെ പിടിയിലായത്. പന്തളം മുളക്കുഴി സ്വദേശിനി സജിതയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊലപ്പെടുത്തിയത്. ബംഗളൂരുവിൽ ഒളിവിൽ പോയ പ്രതിയെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. സജിതയും ഷൈജുവും 2 വർഷമായി പന്തളത്ത് ചിറുമുടിയിൽ താമസിച്ചു വരികയായിരുന്നു. കോതമംഗലത്ത് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച സ്കൂൾ വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹന പരിശോധനയ്ക്കിടയിലാണ് ലൈസൻസ് ഇല്ലാതെ ആൾ ബസ് ഓടിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കുട്ടികളെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. 2 ബൈക്കുകളിലും സഞ്ചരിച്ചവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. ആനപ്പാറ സ്വദേശി ശിവൻകുട്ടിയും കാട്ടാക്കട സ്വദേശി അജ്മലും ചികിത്സയിലാണ്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. നല്ല പരിക്കുണ്ട്. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്.
പാലക്കാട് വൻ കുഴൽപ്പണവേട്ട ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ RPF നടത്തിയ പരിശോധനയിൽ 1 കോടി രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത്. 2 തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. മധുര സ്വദേശികളായ ബാലകൃഷ്ണൻ, ഗണേശൻ എന്നിവരാണ് കുഴൽപ്പണം കടത്തിയത്. തുണിയിൽ പൊതിഞ്ഞ പണം അരയിൽ കെട്ടി കൊണ്ടുവരികയായിരുന്നു. രാവിലെ 4:30 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഐലൻഡ് എക്സ്പ്രസിൽ വന്ന ഇവരെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് രേഖകളില്ലാതെ കൊണ്ടുവന്ന 1 കോടി 2 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കായംകുളത്തേക്ക് പണം കൊണ്ടുപോകാനായിരുന്നു യാത്ര. ഇന്ന് രാവിലെ നമ്മുടെ ക്രൈം ടീമും RPF പാലക്കാടും സംയുക്തമായി ട്രെയിനുകളിലും മറ്റ് പ്ലാറ്റ്ഫോമിലും ചെക്കിംഗ് നടത്തി വരിക 165-26 എന്ന ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ നിന്ന് സംശയത്തിന്റെ പേരിൽ 2 പേരെ കാണുകയും അവരെ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ അരയിൽ എന്തോ തടയുന്നതായി തോന്നി. അത് ചെക്ക് ചെയ്തപ്പോൾ പണമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1 കോടി 2 ലക്ഷം രൂപ ഉണ്ടെന്ന് മനസ്സിലായി. ഇവർ മുൻപും ഇത്തരത്തിൽ പണം കടത്തിയിട്ടുണ്ടെന്നാണ് RPFന് നൽകിയ മൊഴി. സമീപകാലത്ത് RPF നടത്തിയ വലിയ കുഴൽപ്പണ വേട്ടയാണിത്. കേസ് തുടരന്വേഷണത്തിനായി ആദായനികുതി വകുപ്പിന് കൈമാറി. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം ചങ്ങരംകുളം ഒതളൂരിൽ മാങ്ങ അടർത്തിയതിന് കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിയിൽ കേസ്. ഒതളൂർ സ്വദേശിയായ സലീമിനെതിരെയാണ് കേസ്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഒതളൂർ പൊലിയോട്ടം പാടത്ത് മാങ്ങയെ അടർത്താൻ കയറിയ കുട്ടികളെ തോട്ടമുടമ മർദ്ദിച്ചത്. ഫുട്ബോൾ കളിക്കാനെത്തിയ കുട്ടികൾ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി കണ്ണിമാങ്ങ അടർത്തുകയായിരുന്നു. സംഭവത്തിൽ കുട്ടികളുടെ ബന്ധുക്കൾ ചൈൽഡ് ലൈനടക്കം പരാതി നൽകി. മലപ്പുറം മഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം ഡ്രൈവറും പോലീസ് പിടിയിൽ. പറമ്പിൽ പീടിക സ്വദേശി നിസാമുദ്ദീനാണ് പിടിയിലായത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയെ പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വെള്ളുംപുറം അത്താണിക്കൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു വണ്ടി. സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിതനായ 1.5 വയസ്സുകാരൻ നിർവാണിന് ചികിത്സാ സഹായമൊരുക്കാൻ ക്യാമ്പയിൻ. എറണാകുളം കോതമംഗലം MM കോളേജിൽ ധനസമാഹരണ ക്യാമ്പയിൻ നടത്തി. നിർവാൺ സാരംഗിന് പിച്ച വെച്ച് തുടങ്ങാൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. കോതമംഗലം MA കോളേജ് അസോസിയേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളായ മാർ അത്തനേഷ്യസ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മാർ അത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ, മാർ ബസേലിയസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ധനസമാഹരണ ക്യാമ്പയിൻ. ഡോക്ടർ ലിസ തോമസിന്റെ നേതൃത്വത്തിൽ അപൂർവ രോഗങ്ങളെപ്പറ്റിയുള്ള ക്ലാസും നടന്നു. നിർവാൺ സാരംഗിന് പിച്ച വെച്ച് തുടങ്ങാൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. ഇതുവരെ 4 കോടി 96 ലക്ഷം രൂപ ലഭിച്ചെന്നും ബാക്കി തുക കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിർവാണിന്റെ അച്ഛൻ. ഇതുവരെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ പറ്റിയത് ഒരു 4 കോടി 96 ലക്ഷം രൂപയാണ്. ഇനി ഒരുപാട് ദൂരം, അതായത് ഇതിൻ്റെ ചിലവിൻ്റെ ഒരു 26%-27% ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇത് ഒരുപാട് പേരെടുത്ത് എത്തണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേരോട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാര്യം ഞങ്ങൾ വന്ന് ഇവിടെ വിന്നി സാറിനോട് പറഞ്ഞപ്പോൾ സാറും അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കോളേജിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഈ ക്യാമ്പയിൻ നടന്ന് അതൊരു സക്സസ് ആകണമെങ്കിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് കുഞ്ഞിന് വേണ്ടി സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് 18 കോതമംഗലം. ഇനി കാർഷിക കേരളം. കാസർഗോഡ് പടന്നക്കാട് അനന്തംപള്ളിയിൽ പാടം നിറയെ ഇപ്പോൾ ചീരകൃഷിയാണ്. നെൽകൃഷി ഒഴിയുന്ന പാടത്ത് ഇവരുടെ വരുമാന മാർഗം കൂടിയാണ് ചീരകൃഷി. അനന്തംപള്ളയിൽ പാടം നിറയെ വളർന്നു നിൽക്കുന്ന ചീര കണ്ടാൽ ആരും കണ്ണെടുക്കില്ല.
അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ. 50 ഏക്കറിലാണ് ഇവിടുത്തെ ചീരവസന്തം. നോക്കെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചീരകൃഷി ഇവരുടെ വരുമാനമാർഗം കൂടിയാണ്. 6 മാസം വരെ വിളവെടുക്കാവുന്ന ചീരയ്ക്ക് കടും ചുവപ്പ് നിറമാണ്. ഒരു ചീരയിൽ നിന്നും 250 ഗ്രാം വിത്ത് വരെ ലഭിക്കും. 25ഓളം കുടുംബങ്ങളാണ് ചീരകൃഷി നടത്തുന്നത്. ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ് വിളവെടുപ്പ് കാലം. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് ഇവിടുത്തെ ചീരകൃഷിക്കുള്ളത്. അതിരാവിലെ ചീരയ്ക്ക് വെള്ളം നനച്ച ശേഷം അവയുടെ തണ്ടുകൾ പൊട്ടിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് പാടത്തെത്തിയ ഭൂരിഭാഗം കർഷകരും. കുഞ്ഞികൃഷ്ണൻ, കാഞ്ചന ദമ്പതികൾ കഴിഞ്ഞ 25 വർഷമായി ചീരകൃഷി മാത്രം നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. ഒരു പുള്ളിക്കുത്തിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മരുന്നടിക്കലില്ല. അപ്പോൾ നമ്മളിന് കുറച്ച് രാവിലെ മറ്റേ നനച്ചു കൊടുക്കും. ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മഞ്ഞ കൂടുതൽ അവസരത്താണ് ഈ പുള്ളിക്കുത്ത് കാണുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിപണി. ഒരു ദിവസം 300 കെട്ടുകൾ വരെ ഇവർ തയ്യാറാക്കും. കടലോരത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ അനന്തംപള്ളം പാടശേഖരത്തിലെത്തിയാൽ ചീരകൃഷിയുടെ അനന്തമായ കാഴ്ചകളും കാർഷിക പാരമ്പര്യത്തെയും അടുത്തറിഞ്ഞു മടങ്ങാം. ന്യൂസ് 18 കാസർഗോഡ്. വയനാടൻ കാർഷിക വിഭവങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ തിരുനെല്ലി വിത്തുത്സവം സമാപിച്ചു. അപൂർവ കിഴങ്ങ് വർഗ്ഗങ്ങളും നെൽവിത്തിനങ്ങളും കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു മേള. പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണവും വ്യാപനവും ഉറപ്പുവരുത്താനാണ് വിത്തുത്സവം സംഘടിപ്പിച്ചത്. വയനാട് ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ വിത്തുത്സവത്തിന്റെ ഭാഗമായി. അപൂർവ കിഴങ്ങുവർഗ്ഗങ്ങളും നെൽവിത്തിനങ്ങളും കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താൻ പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയാണ് വിത്തുത്സവം ശ്രദ്ധേയമായത്. ഇത് കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവേകുന്നതിന് തർക്കമില്ല. അതിലുപരി പുതിയ തലമുറ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്നുമായി ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവർത്തന മത്സരങ്ങൾ, ചിത്രകല മത്സരങ്ങളൊക്കെ തന്നെ അവരോട് അവതരിപ്പിച്ചപ്പോൾ വളരെ ആരോഗ്യകരമായ ചർച്ചകളും പ്രബന്ധ മത്സരങ്ങളും ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നു. എന്തായാലും ശരി, 2021 വിത്തുത്സവം ഒരു വൻ വിജയമാണ്. ജെഎൽജി ഗ്രൂപ്പിന്റെ വനവിഭവശേഖരം, എള്ളുമന്തത്തെ ജൈവ കർഷകൻ PJ മാനുവലിന്റെ അപൂർവ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ, ജോൺസൺ മാസ്റ്ററുടെയും പനവല്ലിയിലെ നെല്ല് സംരക്ഷകനായ വിജേഷിന്റെ നെൽവിത്തുകളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ വയനാടൻ അരിയുടെ വിൽപ്പനയും തണലൊരുക്കിയ ഇലക്കറിയുടെ പ്രദർശനവും ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ജൈവ പച്ചക്കറി തൈകളുടെ സ്റ്റാളുകളിലും വൻ ജനപങ്കാളിത്തമായിരുന്നു. ന്യൂസ് 18 തിരുനെല്ലി. കൊല്ലം വെളിയം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ സംഘടിപ്പിച്ച മികവുത്സവം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും ഫയർഫോഴ്സും പവലിയനുകൾ ഒരുക്കി. പാഠ്യേതര വിഷയങ്ങളിലെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുകയാണ് മികവുത്സവത്തിലൂടെ. ശാസ്ത്ര പരീക്ഷണങ്ങൾ, നിർമ്മാണങ്ങൾ, ശേഖരണ പതിപ്പുകൾ, ചിത്രങ്ങൾ എന്നിവയാണ് ഒരുക്കിയത്. സ്കൂളിലെ ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി പരിഗണിച്ച് അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ച് അത് ഒരു പ്രദർശന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ മികവുത്സവം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കരകൗശല വസ്തുക്കളുടെ പരിശീലനവും ശ്രദ്ധേയമായി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹായത്തോടെ ചലച്ചിത്രോത്സവവും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടന്നു. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുട്ടി പോലും ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. എല്ലാ കുട്ടികളും അവരുടേതായ മികവുകൾ, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അവരുടെ മികവുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റാളുകൾ കാണുമ്പോൾ വ്യക്തമാകും. പിന്നീട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതൊരു വലിയ ഉത്സവമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ വിഷയത്തിലും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും അവർ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നു. നാടിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനത്തിന്റെ നാടകാവതരണവും ശ്രദ്ധേയമായി. ഇവിടുത്തെ കുട്ടികളുടെ പ്രദർശനങ്ങൾക്ക് ഉപരിയായി ഫയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ചില സ്ഥാപനങ്ങൾ കൈത്തറിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ഥാപനം കൈത്തറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, ഈ പ്രവർത്തനങ്ങളെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ
ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു അനുഭവമായി ഈ പ്രദർശനം മാറുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും ഫയർഫോഴ്സും പവലിയനുകൾ ഒരുക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. മികവുത്സവം മേളയിലെ പൈതൃക ശേഖരങ്ങളും ശ്രദ്ധേയമായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളും കാർഷിക ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. വെളിയം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ സംഘടിപ്പിച്ച മികവുത്സവത്തിലെ പൈതൃക പ്രദർശനം ശ്രദ്ധേയമായി. പഴയകാല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചിരുന്ന രീതികളും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകി. എന്താണെന്ന് പോലും അറിയാത്ത സാധനങ്ങൾ പലതുമുണ്ട്. പല കുഞ്ഞുങ്ങൾ ഇത് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിശയമാണ്. ഇപ്പം തന്നെ അവിടെ തന്നെ ഈ വെയിറ്റ് തൂക്കുന്ന പണ്ടത്തെ മഞ്ഞ് പോലുള്ള സാധനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ടീച്ചേഴ്സായി ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾക്കും കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ മഞ്ചാടി വെച്ച് കളിക്കുന്ന പണ്ടത്തെ ആൾക്കാർ കളിക്കുന്ന മഞ്ചാടി വെച്ച് കളിക്കുന്ന ഒരു കളിപ്പെട്ടി ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അതും ഞാനൊക്കെ ആദ്യമായിട്ട് കാണുവാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. ടീച്ചേഴ്സിനും ഇത് വളരെയധികം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു അനുഭവമായി തന്നെ. സ്കൂൾ PTA-യുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിലാണ് പൈതൃക വസ്തുക്കൾ ശേഖരിക്കാൻ സാധിച്ചതെന്ന് അധ്യാപകർ പറയുന്നു. ആദ്യം ഇതിൻ്റെ ഒരു ആലോചന നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു അതിശയമായിരുന്നു ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത്. പക്ഷേ എല്ലാ കുട്ടികളും അവരവരുടെ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റാളുകൾ ക്രമീകരിക്കാനായാലും എല്ലാം അവർ സജ്ജരായി കഴിഞ്ഞു എന്നുള്ളതാണ്. പണ്ടുകാലത്തെ വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും കാണാനും പഠിക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. ഈ പഴയകാല ഉപകരണങ്ങളെ പേര് കേട്ടുള്ളൂ, പക്ഷെ ഇങ്ങനൊരു പരിപാടി സ്കൂളിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത്രയും പഴയ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നല്ല പരിപാടി വെച്ചത് ഞങ്ങൾക്ക് ഒരുപാട് പഴയ കാര്യങ്ങളും പഴയ കളികളെ കുറിച്ചുള്ളതും എല്ലാം അറിയാൻ പറ്റി. പൈതൃക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാൻ സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും എത്തി. ന്യൂസ് 18 കൊട്ടാരക്കര. വരൾച്ച കഠിനമായിക്കൊണ്ടിരിക്കുമ്പോൾ കുടിവെള്ള വിതരണത്തിനായി 5 വർഷം മുൻപ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ നോക്കുകുത്തിയാകുന്നു. പുനലൂർ താലൂക്കിൽ വിതരണം ചെയ്ത കിയോസ്കുകളാണ് പ്രവർത്തനരഹിതമായത്. വേനൽ കടുത്താൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് പുനലൂരിൽ. ജപ്പാൻ കുടിവെള്ള പദ്ധതി പുനലൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുനലൂർ നഗരസഭയിലേക്ക് ലഭിക്കുന്നില്ല. ടാങ്കറുകളിൽ കുടിവെള്ളം വിതരണം നടത്തിയാണ് കുടിവെള്ള പ്രശ്നത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ 5 വർഷം മുൻപ് ഈ പദ്ധതി നിർത്തലാക്കി പകരം 5000 ലിറ്ററിന്റെ വാട്ടർ കിയോസ്കുകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ചതല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ശേഖരിക്കുന്നതിനോ പൊതുജനത്തിന് വിതരണം ചെയ്യുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊതുഖജനാവിൽ നിന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച തുക അവർക്ക് പ്രയോജനകരമായിരിക്കണം. പക്ഷേ നാളിതുവരെയായിട്ട് ഈ വാട്ടർ കിയോസ്കുകളിൽ ഒരു തുള്ളി വെള്ളം ശേഖരിക്കുകയോ അത് വിതരണം ചെയ്യുവാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ 170 ഇടങ്ങളിൽ 170 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു എന്നതൊഴിച്ചാൽ അതിന് മൂലമുള്ള പ്രയോജനങ്ങൾ, അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമായില്ല. അതുമാത്രവുമല്ല, ഇപ്പോഴേ ഈ പറയുന്ന പല കിയോസ്കുകളും അവിടെ കാണാനില്ല. ഇത് കൊടിയ അഴിമതിയാണ്. പുനലൂർ താലൂക്കിൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വിതരണം ചെയ്തത്. കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതലുള്ള സ്ഥലം കണ്ടെത്തി ഏകദേശം 175ഓളം കിയോസ്കുകളാണ് വിതരണം ചെയ്തത്. ടാങ്ക്, അത് ഘടിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡ്, പൈപ്പ്, മറ്റ് അനുബന്ധ സംവിധാനം ഉൾപ്പെടെ ഏകദേശം ഒരു കിയോസ്കിന് 75,000 രൂപയാണ് ചെലവ്. 1 കോടിയിൽ പുറത്ത് രൂപ ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടും ഒരു പ്രയോജനവും പൊതുജനത്തിനുണ്ടായില്ല. കാലപ്പഴക്കം കൊണ്ട് ടാങ്കുകൾ മിക്കതും പൊട്ടി തകർന്ന അവസ്ഥയിലാണ്. പൈപ്പുകൾ തകരുകയും ടാങ്കുകൾ മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. സ്ഥാപിക്കപ്പെട്ട ഒരു കിയോസ്കിൽ പോലും വെള്ളം നിറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ന്യൂസ് 18 പുനലൂർ. യുവതിക്ക് വൃക്കദാനം ചെയ്ത് വയനാട്ടിലെ CPM നേതാവ്. വയനാട് ചീയമ്പം പള്ളിപ്പടയിൽ മണികണ്ഠനാണ് നാടിന് മാതൃകയാവുന്നത്. ഡിവൈഎഫ്ഐ ഇരുളം മേഖലാ സെക്രട്ടറിയാണ് മണികണ്ഠൻ. പുൽപ്പള്ളി ചീയമ്പത്തിന് സമീപമാണ് മണികണ്ഠന്റെ വീട്. 10 വർഷം മുമ്പ് നടന്ന അവയവദാനം മഹാദാനം എന്ന ഡിവൈഎഫ്ഐ ക്യാമ്പയിനിൽ സജീവമായിരുന്നു മണികണ്ഠൻ. അന്നു തന്നെ അവയവദാനത്തിനുള്ള സമ്മതപത്രവും നൽകിയിരുന്നു. ഒരു വൃക്കദാനം ചെയ്താലും ഒന്നു മതിയല്ലോ ജീവിക്കാനെന്നാണ് മണികണ്ഠന്റെ പക്ഷം. നമ്മളെപ്പോലുള്ള യുവതികളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങണം. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവയവ മാഫിയ എന്നുള്ളൊരു സംഭവമൊന്നും നിലവിലുണ്ടാവില്ല. കാരണം കൊടുക്കാൻ കഴിയുന്നവരെല്ലാവരും മാക്സിമം ഇതിനെ മുന്നിട്ടിറങ്ങിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് സന്നദ്ധമായിട്ട് ചെയ്യാൻ പറ്റും. കോഴിക്കോട് പയ്യോളി സ്വദേശിയായ 37-കാരിക്കാണ് മണികണ്ഠൻ വൃക്ക നൽകിയത്.
ഫെബ്രുവരി 4-നായിരുന്നു ശസ്ത്രക്രിയ. ഇരുവൃക്കകളും തകരാറിലായതോടെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയ 2 മക്കളുടെ അമ്മയായ യുവതിക്കാണ് മണികണ്ഠൻ തുണയായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണികണ്ഠൻ വീട്ടിലും. മാർച്ച് 30-നായിരുന്നു ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത്. യുവതിയുടെ ആരോഗ്യനില മോശമായതോടെ നേരത്തെയാക്കുകയായിരുന്നു. ഇപ്പോഴും 35 വർഷമായിട്ട് ഇത് ഡൊണേറ്റ് ചെയ്ത ആളെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളി 35 വർഷമായിട്ട് പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പം 35 വർഷമായി ഡൊണേറ്റ് ചെയ്തിട്ട്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി. കാരണം ഈ സമൂഹത്തിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പം അവരൊക്കെ തന്ന ആത്മവിശ്വാസം ഭയങ്കരമാണ്. കുടുംബാംഗങ്ങൾ സമ്മതിച്ചതോടെ ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. അവയവദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് കൂടുതൽ ആളുകൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടാൻ കാരണമെന്നാണ് മണികണ്ഠൻ പറയുന്നത്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18, വയനാട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പരസ്യപ്പോര്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം. കോടഞ്ചേരി പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. 21 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 12, ലീഗിന് 3, LDFന് 6 എന്നിങ്ങനെയാണ് അംഗബലം. വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ ലിസി ചാക്കോ രാജിവെച്ചപ്പോൾ പകരമായി ലീഗ് പ്രതിനിധിയെ പരിഗണിക്കാതിരുന്നതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ഇത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലീഗ് ബഹിഷ്കരിച്ചിരുന്നു. ആദ്യ 2 വർഷം കോൺഗ്രസിനും തുടർന്നുള്ള 1.5 വർഷം ലീഗിനും അവസാന 1.5 വർഷം കോൺഗ്രസിനും എന്നതായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ധാരണയെന്ന് ലീഗുകാർ പറയുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യത്തെ 2 വർഷം കോൺഗ്രസിനും പിന്നീട് വരുന്ന 1.5 വർഷം മുസ്ലിം ലീഗിനും പിന്നീട് വരുന്ന 1.5 വർഷം കോൺഗ്രസിനും തന്നെ നൽകി ഈ വിഷയം അവസാനിപ്പിക്കണം എന്നാണ് അന്നത്തെ UDF മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ അടിയിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചിട്ടുള്ളത് അന്നത്തെ DCC പ്രസിഡന്റ് ഇന്നത്തെ T സിദ്ദീഖ് MLA, KPCCയുടെ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, ബാലനാരായണൻ, U രാജീവൻ, മുസ്ലിം ലീഗിൽ നിന്ന് MA റസാഖ് മാസ്റ്റർ, SP കുഞ്ഞമ്മദ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരാണ്. എന്നാൽ ഈ വിഷയം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന അവകാശവാദം. ഇങ്ങനെയൊരു തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്നും ലീഗിന് എന്നും അർഹമായ പരിഗണന നൽകാറുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. ആദ്യത്തെ 2 വർഷക്കാലം ബഹുമാനപ്പെട്ട DC ചാക്കോച്ചനും തുടർന്ന് 3 വർഷക്കാലം പഞ്ചായത്തിൻ്റെ ചിഹ്ന അശോകനും വൈസ് പ്രസിഡന്റ് കൊടുക്കാമെന്നുള്ള തീരുമാനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ്. ആ കരാർ നിലനിൽക്കുമ്പോൾ വേറൊരു ഘടകകക്ഷിയുമായിട്ട് വേറൊരു കരാർ ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ തെറ്റായൊരു കിഴിവഴക്കമാണ്. അത് അത്തരത്തിലുള്ള വാർത്ത അസംബന്ധമാണെന്ന് പറയാനുള്ള കോൺഗ്രസ് കമ്മിറ്റി ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. കോൺഗ്രസിലെ ചിഹ്ന അശോകനെയാണ് കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ന്യൂസ് 18 കോടഞ്ചേരി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.